നരകത്തിന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടതാകുന്ന മലക്കുകൾ, ശിക്ഷയുടെ മലക്കുകൾ, സബാനിയാക്കളാകുന്ന മലക്കുകൾ, അവർ കടുകെടുത്ത ഹൃദയമുള്ളവരാണ്. ഒരണുവിട ആരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ മനസ്സ് ഒരിക്കലും ലാഞ്ചന ഉണ്ടാവൂല, ഒരിക്കലും അതിലേക്ക് ചായുകയില്ല. എന്താണ് നരകത്തിലിട്ട് കത്തിക്കുന്നത്? ദുഷിച്ച ജനങ്ങളെയും ഭീമാകാരമാകുന്ന കല്ലുകളെയുമാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എത്ര കൊല്ലമാണ് കത്തിക്കുന്നത്? പഠിച്ചു വെക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുവട്ടൂരുള്ള ഉമ്മമാര്, സഹോദരങ്ങൾ, പഠിച്ചു വെക്കലരുവാര്. എത്ര കൊല്ലം കൂടിയാണ് നരകത്തെ അല്ലാഹു കത്തിച്ചത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഊഖിദൻ നാറു അൽഫസനാ ഹത്താ ഹമറത് ثم ഊഖിദ അൽഫസനാ حتى بيضت ثم أوقد ألف سنة حتى سودت وهي سوداء مظلمة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, സഹാബത്തെ സഹാബത്തെ, നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 കൊല്ലം നിരന്തരമായി കത്തിച്ചോത്രേ. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 കൊല്ലമാണ് അടുപ്പിച്ച് രാവും പകലുമില്ലാതെ കത്തിച്ചത്. രാവും പകലും കത്തിക്കുക. നമ്മളൊക്കെ വീട്ടിൽ അടുപ്പ് കത്തിക്കുന്നത്, സ്റ്റൗ കത്തിക്കുന്നത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, അത് കഴിയുമ്പോൾ വൈകിട്ട് ഓഫാണ്. ഇത് സ്റ്റൗ അല്ല. ഇത് എന്തുകൊണ്ടാണ് കത്തിക്കുന്നത്? ദുഷിച്ചതാകുന്ന ജനങ്ങളെയും ഭീമാകാരമാകുന്ന കല്ലുകളും വെച്ചുകൊണ്ടാണ് അല്ലാഹു കത്തിക്കുന്നത്. എത്ര കൊല്ലം? 1000 കൊല്ലം കത്തിക്കാൻ. 1000 കൊല്ലം നരകത്തെ കത്തിച്ചു. എന്നിട്ടോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഊഖിദൻ നാറു അൽഫസനാ ഹത്താ ബിയളത് ഹത്താ ഹമറത്. നരകത്തെ 1000 കൊല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി കത്തിച്ചു. ആ നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു തുടുത്തു അത്രേ. നരകം വല്ലാതെ ചുവന്നങ്ങ് തുടുത്തു. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കത്തിക്കൽ നിർത്തിയില്ല. സുമ്മ ഊഖിദ അൽഫസനാ. ആ നരകത്തെ വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ചു അത്രേ. ഹത്ത ബിയളത്. നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തു തുടുത്തു പോയി സാബാ. സുമ്മ ഊഖിദ അൽഫസനാ. 2000 കൊല്ലം നിരന്തരമായി നരകത്തെ കത്തിച്ചതിന്റെ പേരിൽ നരകം വല്ലാതെ വെളുത്തു തുടുത്തിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കത്തിക്കൽ നിർത്തിയില്ല. നരകത്തെ വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ചു അത്രേ. ഹത്താ സവദത്. നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തിരുണ്ട് പോയെന്ന് നബിയുനാ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, وهي سوداء مظلمة. സഹാബത്തെ, മനുഷ്യനെ കൊണ്ടുപോയിടുന്നതായ നരകമുണ്ടല്ലോ, 3000 കൊല്ലം നിരന്തരമായി കത്തിച്ചതിന്റെ പേരിൽ അതിന്റെ നിറം വല്ലാതെ കറുത്തുപോയി സാബ. കറുത്തിരുണ്ട് പോയെന്ന് നബിയുനാ റസൂലുള്ളാഹി. വഹിയ സൗദാഉ മുള്ളിമാ. 1000 കൊല്ലം നിരന്തരമായി കത്തിച്ചതാകുന്ന നരകം ചുവന്നു തുടുത്തതിന് ശേഷം വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു കത്തിച്ചപ്പോ ആ നരകം വല്ലാതെ വെളുത്തു പോയത്രേ. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ കത്തിക്കുകയാണ്. വഹിയ സൗദാഉൻ മുദ്ലിമാ. ആ നരകം വല്ലാതെ കറുത്തു പോയെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ നരകത്തിലേക്കാണ് ദുഷിച്ച ജനങ്ങളെ അല്ലാഹു പ്രവേശിപ്പിക്കാൻ പോകുന്നത്. 3000 കൊല്ലം നിരന്തരമായി രാവും പകലും അല്ലാഹു കത്തിച്ചു നരകത്തെ. അല്ലാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കണം. ആ നരകത്തിലേക്കാണ് ഇന്നത്തെ ചെറുപ്പക്കാര്, ഹാൻസ് വെക്കുന്നവർ, കള്ളു കുടിക്കുന്നവര്, കഞ്ചാവ് വലിക്കുന്നവര്, എനിക്ക് പോകാൻ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നവർ ആ നരകത്തിലേക്കാണ്. അല്ലാഹു രക്ഷിക്കട്ടെ. മനസ്സിലാക്കണം മോനെ, എന്താണ് നരകമെന്ന്. നരകം എന്താണെന്ന് നീ മനസ്സിലാക്കുക. ഞാൻ ആദ്യം കൊണ്ട് അത് പറഞ്ഞു തരാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ
നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ നബിയേ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരട്ടെ നബിയെ. അനുയായികളുടെ ആവശ്യമാണ്. ചോദ്യം ആരോട്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസ്തതിഉ ലക്കും, നിങ്ങൾക്കത് കേൾക്കാനുള്ള കഴിവില്ല സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള താക്കത്തുണ്ടാവൂല, നിങ്ങളത് കേട്ടു നിൽക്കാൻ കഴിയൂല സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങൾ ബോധം പോകും. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്ന സ്വഹാബികളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരൂല, ബോധം പോകും, ഞാൻ ചെറിയ ശിക്ഷ പറഞ്ഞു തരാം. ചെറിയ ശിക്ഷ പറഞ്ഞു തരാം. ഏറ്റവും ചെറിയ ശിക്ഷ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുക, ഏറ്റവും ചെറിയ ശിക്ഷ, നരകത്തിലെ ഏറ്റവും ചെറിയ ഏറ്റവും ലഘുവായ ശിക്ഷ. ഇത് പഠിച്ചിട്ട് ഓരോരുത്തരും മനസ്സിലാക്കിക്കോ എന്താണ് നരകം. قال رسول الله صلى الله عليه وسلم إن أهون أهل النار عذابا له نعلان وشراقان. إن أهون أهل النار عذابا من له نعلان وشراقان. സഹാബത്തെ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയല്ലയോ നിങ്ങൾ ചോദിക്കുന്നത്? അത് പറഞ്ഞ് ഞാൻ നൽകിയാൽ നിങ്ങൾക്കത് കേട്ട് നിൽക്കാൻ കഴിയൂല സാബ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത് നരകത്തിന്റെ ഏറ്റവും അഹ്വനായ, ഏറ്റവും ലഘുവായ, ഏറ്റവും നിസ്സാരമായ, ഏറ്റവും നിന്ദ്യമായ ശിക്ഷയാ. അത് പഠിക്കണേ സാബ. إنه أهل النار عذابا. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? മല്ലഹു നഅലാനി വശറാഖാൻ. നരകത്തിലേക്ക് കടക്കുന്നതാകുന്ന മനുഷ്യർക്ക് രണ്ട് ചെരുപ്പങ്ങ് കൊടുക്കുമത്രേ. ഒരു ജോഡി ചെരുപ്പ് അവന്റെ കാലിലേക്ക് ധരിപ്പിക്കുമത്രേ. വശറാഖാൻ, ആ ചെരുപ്പിന് രണ്ട് വള്ളിയുണ്ട്. ഓരോ ചെരുപ്പിനും രണ്ട് വള്ളിയുണ്ട്. ഹവായി ചെരുപ്പ് പോലെയുള്ള ചെരുപ്പാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ട് വള്ളികളുണ്ട്, രണ്ട് വള്ളിയേ ഉള്ളൂ ഓരോ കാലിലോട്ടും കൊണ്ട് കയറ്റി. ബിനാമി ഷൂ ധരിച്ചവർ, അല്ലാതൊക്കെ ഷോക്സ് ധരിച്ചവർ, ചെരുപ്പില്ലാതെ നടന്നവരൊക്കെ ഉണ്ടാകും. പക്ഷെ കള്ളുകുടിച്ച് വ്യഭിചരിച്ച് ഹറാമുകൾ തിന്ന് രസിച്ച് രമിച്ചുകൊണ്ട് നടന്ന ആളുകൾക്ക് നരകത്തിലേക്ക് കടക്കുമ്പോ അതാ കാലിലേക്ക് ചെരുപ്പ് ധരിപ്പിക്കുക. എങ്ങനത്തെ ചെരുപ്പ്? രണ്ട് വള്ളികളുണ്ട്. അതങ്ങോട്ട് കാലിലേക്ക് ഇങ്ങോട്ടുമ്പോ തന്നെ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയാം, യഗ്ലി മിൻഹുമാ ദിമാഗുഹു കമാ യഗ്ലിൽ മിർജലു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തെ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണിത്. നരകത്തിലേക്ക് കടക്കുന്ന വ്യക്തികൾക്ക് ചെരുപ്പ് ധരിപ്പിക്കുമത്രേ. മിന്നാർ, തീയിനാലുള്ള ചെരുപ്പാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി. യഗ്ലി മിൻഹുമാ ദിമാഗുഹു കമാ യഗ്ലിൽ മിർജലു. അവന്റെ തലച്ചോറ് മുഴുവനും വെന്തുരുകി പുറത്തേക്ക് വരുമാറ് ഭീമാകാരമാകുന്ന ചൂടുകൾ അവന്റെ കാലിലൂടെ, അവന്റെ ഉദരത്തിലൂടെ, അവന്റെ ആമാശയത്തിലൂടെ, അന്നനാളത്തിലൂടെ, അവന്റെ കഴുത്തിലൂടെ തലയിലേക്ക് വന്നുകൊണ്ട് അവന്റെ തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാലിലെ ചെരുപ്പിട്ടതുള്ള കാലിന്റെ അടിയിലെ ചൂടിങ്ങോട്ട് വന്നിട്ട് തലച്ചോറ് വെന്തുരുകി വെളിയിൽ വരും നബിയുനാ റസൂലുള്ളാഹി. അതാണ് നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷയെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നരകത്തെ കാണിക്കാതെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. നരകത്തെ കാണാതെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത്ര ഭീമാകാരമാണ്.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ മഹ്ശറയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖയെ പറഞ്ഞു വിടുകയാണ്, മലക്കിനെ പറഞ്ഞു വിടുക. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കും, മഹ്ശറയിലേക്ക് പറഞ്ഞേക്കും, നിങ്ങൾ പോയിട്ട് നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി മാലിക് അലൈഹിസ്സലാമിനോട് പറയും. മാലിക് അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നേരെ ചെല്ലും. നേരെ ചെന്നിട്ട് പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്, ഈ കത്തിജ്വലിക്കുന്ന നരകവുമായിട്ട് അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് വരാൻ വേണ്ടി അല്ലാഹു കൽപ്പിക്കും. ഖദ് അമറ റബ്ബുക അൻ തഹ്ദുറ ബിജഹന്നമ, ഖദ് അമറ റബ്ബുക അൻ തഹ്ദുറ ബിജഹന്നമ. നരകവുമായിട്ട് അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമേ നരകമേ നിന്നോട് അല്ലാഹു കൽപ്പിക്കുന്നുണ്ട്. മാലിക് അലൈഹിസ്സലാം നിൽപ്പുണ്ട് നരകത്തെ കാക്കാൻ വേണ്ടി. നിങ്ങൾ നോക്ക്, ഒരു മലക്കിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ട് ആ മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നരകത്തിന്റെ മുന്നിൽ, നരകത്തിന്റെ മുന്നിൽ. കാരണം നരകം എന്ന് പറയുന്ന അത്രമേൽ പ്രധാനമായ സംഗതിയാണ്. ആ നരകത്തെ കാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ നിർത്തിയിരിക്കുകയാണ്. ആ നരകത്തിലേക്ക് ജനങ്ങളെ മുഴുവൻ ആളുകളെയും ഞാൻ നിറയ്ക്കുമെന്നും പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. മനുഷ്യ ജിന്ന വർഗ്ഗത്തെ കൊണ്ട് നരകത്തെ ഞാൻ നിറയ്ക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ നരകത്തെ മഹ്ശറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാലിക് എന്ന് പറയുന്നതാകുന്ന നരകത്തെ കാക്കുന്ന മലക്കിനോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുമ്പോൾ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം. അദ്ദേഹം തിരിച്ചു ചോദിക്കും, അയ്യോ മിൻ ഹാദാ, അയ്യോ മിൻ ഹാദാ, ഇതേത് ദിവസമാണ് ജിബ്രീലേ, ഇതേത് ദിവസമാണ് ജിബ്രീലേ. ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ മറുപടി കൊടുക്കുമത്രേ. ഫയഖൂലു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം പറയുമത്രേ, ഹാദാ യൗമുൽ ഖിയാമ യൗമുൽ ഹസറതി വന്നദാമ. ഇതാണ് ഖിയാമത്ത് നാൾ, ഇതാണ് ഖിയാമത്ത് നാൾ. യൗമുൽ ഹസറതി വന്നദാമ. ദുഃഖത്തിന്റെയും ഖേദത്തിന്റെയും വിരഹത്തിന്റെയും പ്രയാസത്തിന്റെയും ദിനമാണ് ഇന്നത്തെ ദിനം. ദുനിയാവിൽ പടച്ച റബ്ബിനെ അനുസരിച്ച് ജീവിച്ചതാകുന്ന ആളുകൾക്ക് സന്തോഷമാണ്, സന്തോഷമാണ്. അല്ലാത്തവർക്ക് പ്രയാസമാണ്, അല്ലാത്തവർക്ക് നൊമ്പരമാണ്. ദുനിയാവിൽ കള്ളുകുടിച്ചുകൊണ്ട് നടന്നതാകുന്ന ആളുകളില്ലയോ, വ്യഭിചരിച്ചുകൊണ്ട് നടന്നതായ ആളുകളില്ലയോ, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നടന്നതായ സഹോദര സഹോദരിമാരില്ലയോ, റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തുകൊണ്ട് ഏതെല്ലാം ഫ്ലാറ്റുകൾ തന്നെ ജീവിതത്തിലേക്ക് കിട്ടണമോ അതെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് നടന്നതാക സഹോദരിമാരില്ലയോ, അവർക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസം യൗമുൽ ഹസറതി വന്നദാമ, ഇന്ന് ഖേദത്തിന്റെ ദിനമാണ്, ദുഃഖത്തിന്റെ ദിനമായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാലിക് അലൈഹിസ്സലാം നരകത്തെ കാക്കുന്ന മലക്കുടനെ തിരിച്ചു ചോദിക്കുമത്രേ, അഹ്ളറല്ലാഹുൽ ഖലായിക കുല്ലിഹിമി. അല്ലാഹു അവന്റെ സെറ്റുകൾ മുഴുവനും ഹാജരാക്കിയിട്ടുണ്ടോ? എല്ലാവരും ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് വന്നിട്ടുണ്ടോ? എല്ലാവരും സൂറന്ന കാഹളത്തിൽ മൂന്നാമത്തെ ഊത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതുമ്പോ മഹ്ശറയിലേക്ക് കടന്നു വരികയാണ്. മഹ്ശറയിലേക്ക് സർവരും എത്തിയിട്ടുണ്ടോ? എല്ലാവരും വന്നിട്ടുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാം പറയുമത്രേ, നഅം വഹും വാഖിഫൂന ബൈന യദയിൽ ജബ്ബാർ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിന്റെ മുന്നിൽ സർവരും പേടിച്ചുകൊണ്ട് നമ്രശിരസ്കരനായി സർവരും വന്ന് നിൽക്കുകയാ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ നബി തങ്ങളുടെ സമുദായം വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് നിൽപ്പുണ്ടെന്ന് പറയുമ്പോ നരകത്തെ കാക്കുന്നതായ മാലിക് അലൈഹിസ്സലാം വീണ്ടും ചോദിക്കുമത്രേ, നാളെ നടക്കാനുള്ള സംഗതിയാണ് മുഅ്മിനേ, ചിന്തിക്കണേ, ഉൾക്കൊള്ളണേ, മനസ്സിലാക്കണേ, ഗൗരവത്തോടുകൂടി സാഗൂതം ശ്രദ്ധ ചെലുത്തണേ.
ഇതൊരു തമാശ പറയുന്ന മജ്‌ലിസല്ല, കളിതമാശകൾ കേൾക്കുന്ന മജ്‌ലിസല്ല, നരകത്തെ കുറിച്ച് ബന്ധപ്പെടുത്തുന്ന മജ്‌ലിസാണ്. ആ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ കടക്കാതിരിക്കാൻ നമ്മുടെ ജീവിതം അമൽ കൊണ്ട് മുഖരിതമാക്കണേ അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് വീണ്ടും ചോദിക്കും അത്രേ, ഐന മുഹമ്മദുൻ വദുരിയതുഹു, ഹബീബായ നബി തങ്ങളുടെ സമുദായവും അല്ലാഹുവിന്റെ റസൂലും വന്നിട്ടുണ്ടോ, അവരെവിടെയാണെന്ന് പ്രത്യേകമായി എടുത്തു ചോദിക്കും മാലിക് എന്ന്. നബിയുനാ റസൂലുള്ളാഹി ഫയഖൂലു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം പറയുമത്രേ, വഹും വാഖിഫൂന ബൈന യദയിൽ ജബ്ബാർ. അല്ലാഹുവെന്ന പടച്ച റബ്ബിന്റെ മുന്നിൽ സർവരും മുട്ടിൽ കെട്ടിക്കൊണ്ട് വിറങ്ങലിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലയോ, വതറാ കുല്ലു ഉമ്മത്തിൻ ജാസിയാ. നബിയേ നബിയേ, അന്ന് ജനങ്ങളെ തങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ കോടതിയിൽ 16,15,15,000 കിലോമീറ്ററുകൾ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് കത്തിച്ചൊലിക്കുന്നതായ നരകത്തെ മുന്നിൽ കൊണ്ടുവരുന്നതാകുന്ന വേളയിൽ ജനങ്ങൾ മുട്ടിൽ കെട്ടിയവരായി കാണാൻ അവിടത്തേക്ക് സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാം പറയും, എല്ലാവരും വന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ ഈ നരകമായിട്ടങ്ങ് വന്നാൽ മതി. ഈ നരകവുമായിട്ട് അല്ലാഹുവിന്റെ സമുദ്രത്തിലേക്ക് വന്നാൽ മതി. മാലിക് അലൈഹിസ്സലാം ഉടനെ നരകത്തിന്റെ നേരെ തിരിയുകയാണ്. വഹിയ ഫീ ദായിറത്തിൽ ഹർഷ്, മഹ്ശറയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏതൊരു സ്ഥലത്താണോ നരകത്തെ പടച്ചത്, വഹിയ ഫിൽ മഹല്ലില്ലദീ ഖലഖഹ അല്ലാഹു തആല, അല്ലാഹു പടച്ചതാകുന്ന സ്ഥലത്ത് തന്നെയാണ് നരകം സ്ഥിതി ചെയ്യുന്നത്. നരകത്തെ എവിടെയാണ് അല്ലാഹു പടച്ചത്, അവിടെ തന്നെ നരകം നിൽക്കാൻ. നരകത്തെ എന്നിട്ട് മാലിക് അലൈഹിസ്സലാം ചെന്നുകൊണ്ട് വിളിച്ചിട്ട് വിചാരണയ്ക്ക് വേണ്ടി ജനങ്ങൾ മുഴുവൻ നിൽക്കുക, ഈ നരകം കൂടി വന്നിട്ട് വിചാരണ തുടങ്ങും. നരകത്തെ മുന്നിൽ എത്തിച്ചിട്ടേ വിചാരണ തുടങ്ങുള്ളൂ. എല്ലാവരും മഹ്ശറിൽ വന്ന് നിൽക്കുക. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം വരെ എല്ലാവരും വന്ന് നിൽക്കണം. എല്ലാവരും കൊടുക്കുക. ഇൻഷാ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. കാരുണ്യവേദി ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ നാട് തന്നെ ഏറ്റെടുത്ത സംഘടനയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. സാധു യുവതികളുടെ വിവാഹം, പാവപ്പെട്ടവരാകുന്ന സഹോദരങ്ങളുടെ സഹോദരിമാരുടെ ചികിത്സാധന സഹായം, വിദ്യാഭ്യാസ ചെലവ് എന്ന് വേണ്ട എല്ലാ കാര്യത്തിലും ഒരു മുൻപന്തിയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ബാക്കി വെക്കുന്നതാകുന്ന സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ഈ നൽകുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അർഹമായ പ്രതിഫലം ഇരുവീട്ടിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈറും ബറക്കത്തും അല്ലാഹു നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട സർവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരിമാരുടെ ഭാഗത്തേക്ക് നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ശറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു വിട്ടു. രണ്ടുപേർക്കും ഇടയിൽ നടന്ന സംഭാഷണമാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. അവസാനം മാലിക് അലൈഹിസ്സലാം നരകത്തേക്കാക്കുന്ന മലക്ക്, മഹാനായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് നരകത്തെ വിളിക്കാൻ. യാ നാറു ഖൂമി യാ നാറു ഖൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല മോശപ്പെട്ടതാകുന്ന ജനങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബ് പടച്ചതാകുന്ന നരകത്തിന്റെ മുന്നിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് നരകത്തെ കാക്കുന്നതായ മലക്ക് വിളിക്കുകയാ, യാ നാറു ഖൂമി, അല്ലയോ നരകമേ നരകമേ,
എണീക്കണേ എണീക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ നരകം അങ്ങോട്ട് എണീറ്റ് നിൽക്കുമത്രേ. അല്ലാ അല്ലാ വലഹാ അർബഅതു ഖവായിം വലഹാ അർബഅതു ഖവായിം. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാ, ആ നരകത്തിന് 4 കാലുകളുണ്ട് സഹാബാ, 4 കാലുകളുണ്ട് സഹാബാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുവട്ടൂരുള്ള ഉമ്മമാർ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള നരകത്തെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നരകമെന്ന് മനസ്സിലാക്കണേ, ഇതാണ് നരകമെന്ന് ചിന്തിക്കണേ ചിന്തിക്കണേ. മദ്രസയിൽ നമ്മൾ പഠിച്ചതുപോലെയുള്ള ഏതാനും കൊള്ളികൾ കൂട്ടിവെച്ച് കത്തിക്കുന്നത് പോലെയുള്ള ചെറിയ നരകമല്ല, ഏതാനും വിറക് കൊള്ളികളിട്ട് കത്തിക്കുന്നതായ നരകത്തെ കുറിച്ചല്ല കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുന്നത്. ഹബീബായ നബി തങ്ങള് അവിടുത്തെ തിരുനാവിലൂടെ ആദരത്തിലൂടെ തന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹാബത്തിന് ഓർമ്മപ്പെടുത്തി കൊടുത്തതായ നരകമാ. സഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബാ വലഹാ അർബഅതു ഖവായിം. നരകത്തിന് 4 കാലുകളുണ്ട് സഹാബാ, നരകത്തിന് 4 കാലുകളുണ്ട് സഹാബാ. വബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫിആം. ഓരോ കാലുകൾക്കിടയില് 4 കാലുകൾ ഉള്ളതായ നരകം. 2 കാലുകളാകുന്ന മനുഷ്യനെ പടച്ചറപ്പ് ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു പടച്ചിരിക്കുന്നതിന്റെ ഇരട്ടിയാകുന്ന 4 കാലുകളുള്ളതായ നരകമാണ് നരകമാണ്. ആ നരകത്തിന്റെ ഓരോ കാലുകൾക്കിടയിലും 1000 വർഷത്തെ വഴി ദൂരമുണ്ടത്രേ. ഓ ബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫിആം. നരകത്തിന്റെ ഓരോ കാലുകൾക്കിടയിലും 1000 കൊല്ലത്തെ വഴി ദൂരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ കാലുകൾക്കിടയിലും 4 കാലുകളാണ്, ഓരോ കാലുകൾക്കിടയിലും 1000 വർഷത്തും വഴി ദൂരം. അപ്പൊ 4ാമത്തെ കാലിനെ കൊണ്ട് എത്തുമ്പോ 4000 വർഷം 4000 വർഷം വഴി ദൂരമാണ്. അതിശീഘ്രഗമനമാകുന്ന ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് നരകത്തിന്റെ ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്ക് ഒരു മനുഷ്യൻ യാത്ര ചെയ്താൽ ദുനിയാവിലെ 1000 കൊല്ലം കൊണ്ട് അടുത്ത കാലിലേക്ക് അവൻ എത്താൻ സാധിക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അങ്ങനത്തെ 4 കാല് ചിന്തിച്ചു നോക്കി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബത്തെ ആ നരകത്തിന് 30,000 തലകളുണ്ട് സഹാബാ. ഓരോ തലകളിലും 30,000 വായകളുണ്ട് സഹാബാ. ഓരോ വായകളിലും 2 ചുണ്ടുകളുണ്ട് സഹാബാ. ആ വായ്ക്കുള്ളിൽ 30,000 പല്ലുകളുണ്ട് സഹാബാ. മുകളിലത്തെ ചുണ്ടിൽ തന്നെ 1000കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ചിട്ടുണ്ട് സഹാബാ. إذا وضعت حلقة من نار على جبل يذوب كما يذوب الرصاص. മുകളിലത്തെ ചുണ്ടിലുള്ളതാകുന്ന 1000കണക്കിന് ചങ്ങലകളിലെ ഒരു ചങ്ങലയെങ്ങാണം, ഒരു വട്ടക്കണ്ണി മാത്രമെങ്ങാണം, ഇദാ വദിഅത് ഹൽഖത്തും മിൻ നാർ അലാ ജബൽ, ഉയർന്നതാകുന്ന ഒരു പർവ്വതത്തിന്റെ നെറുകയിലേക്ക്, എവറസ്റ്റിന്റെ കൊടുമുടിയിലേക്ക് എങ്ങാണം അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹ് ലദാബ കമാ യദൂബു റസാസ്, ഈയം ഉരുകി ഒലിക്കുന്നത് പോലെ ആ പർവ്വതം ഉരുകി ഒലിക്കുമത്രയെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നത്. നരകത്തെ കുറിച്ച് നരകത്തിന്റെ 4 കാലുകളാണ്. ഓരോ കാലുകൾക്കിടയിലും 1000 വർഷത്തെ വഴി ദൂരമാ. നരകത്തിന് 30,000 തലകളുണ്ടത്രേ.
ഓരോ തലകളിലും 30,000 വായകളുണ്ടത്രേ. ഓരോ വായകളിലും 30,000 പല്ലുകളുണ്ടത്രേ. 2 ചുണ്ടുകൾ വീതം ഓരോ വായയിലും ഉണ്ടത്രേ. ആ ഓരോ വായകളിലെ മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകളാണ്. ആ ചങ്ങലകളിലുള്ള ഒരു വട്ടക്കണ്ണി മാത്രം ഈ ദുനിയാവിലെ ഏറ്റവും വലിയ കൊടുമുടിയാകുന്ന എവറസ്റ്റിന്റെ നെറുകയിലേക്ക് വെച്ചാൽ അതിന്റെ ചൂടുകൊണ്ട് ഈ മുരുകി തീരുന്നത് പോലെ പർവ്വതം മുരുകി നിലത്തേക്ക് വീഴുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. والذي بعثني بالحق نبيا. ഹബീബായ നബി തങ്ങളെ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഏതൊരു തമ്പുരാനാണോ എന്നെ ഈ ഇസ്ലാമികമാകുന്ന ദൃഷ്ടാന്തങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി പ്രവാചകനായി എന്നെ നിയോഗിച്ചത്, ആ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ലൗ അന്ന സൗബൻ മിൻ സിയാബി അഹ്ലിന്നാർ ഉൽഖ ബൈന സമാഇ വൽ അർദ്. സഹാബത്തെ ആകാശഭൂമികൾക്കിടയിലെങ്ങാനും നരകത്തിൽ കടക്കുന്നതാകുന്ന മനുഷ്യർക്ക് ധരിപ്പിക്കുന്നതായ വസ്ത്രമുണ്ടല്ലോ, ദുർഗന്ധം വമിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം കൊണ്ടുവന്ന ആകാശഭൂമികൾക്കിടയിൽ എവിടെയെങ്ങാണം ഒന്ന് ബന്ധിപ്പിച്ചാൽ ലമാത ജമീഉൽ അർളി മിന്നതിനിഹാ ഔ മിൻ ഹുരിഹാ. വസ്ത്രത്തിൽ നടിച്ചു വീശുന്ന ദുർഗന്ധം നിമിത്തമായിട്ടോ അതിൽ നടിച്ചു വീശുന്ന ചൂട് നിമിത്തമായിട്ടോ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും മരിച്ചു വീഴുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിലേക്ക് കടക്കുന്ന മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വസ്ത്രം, അവിടെ ചെരുപ്പുണ്ട്, അവിടെ വസ്ത്രമുണ്ട്. ജയിലിൽ കിടന്ന ആളുകൾക്ക് 73, 83 എന്നൊക്കെ പറഞ്ഞ് ഫിറ്റ് ചെയ്തതാകുന്ന വസ്ത്രമില്ലേ എന്ന് പറഞ്ഞതുപോലെ നരകത്തിൽ കിടക്കുന്നവർക്ക് അതാ ഓരോരുത്തർക്കും ഓരോ വസ്ത്രം. ആ വസ്ത്രം കാണാം. ആകാശഭൂമികൾക്കിടയിൽ എവിടെയെങ്കിലും ഒന്ന് ഉടക്കിയിട്ടാൽ അതിന്റെ ചൂട് നിമിത്തമായിട്ടോ അതിൻ്റെതാകുന്ന ദുർഗന്ധ നിമിത്തമായിട്ടോ ലോകത്തുള്ള മുഴുവൻ ആളുകളും മരിച്ചു വീഴുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു അതിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു അതിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, ലൗ ഫുതിഹ മൻഖറു സൗരിൻ ബിൽ മശ്രിഖ് വറജുലുൻ ബിൽ മഗ്രിബി ലഗലാ ദിമാഉഹു. ഈ ലോകത്തിന്റെ ഒരു കിഴക്ക് ഭാഗത്ത് ഒരു കാളക്കൂറ്റനെ നിർത്തിക്കൊണ്ട് ആ കാളക്കൂറ്റൻ്റെതാകുന്ന പിൻദ്വാരത്തിന്റെ കണക്കെ നരകത്തിൽ നൽപ്പം ദ്വാരമുണ്ടാക്കി ഈ ഭൂമിയിലേക്കെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നൽപ്പം ചൂട് കടത്തിവിട്ടാൽ എന്താ പറയുന്നത്? ഈ ലോകത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു കാളക്കൂറ്റനെ നിർത്തിയിട്ട് അതിന്റെ പിൻദ്വാരത്തിന്റെ അളവ് അതിന്റെ പിൻദ്വാരം വളരെ ചെറുതായിരിക്കും. ആ പിൻദ്വാരത്തിന്റെ അളവിലെങ്ങാണം ഒരു ചൂട്, ഈ നരകത്തിന്റെ ചൂട് സ്വല്പം ഈ ദുനിയാവിലേക്ക് അല്ലാഹു നൽകിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൗ ഫുതിഹ മൻഖറു സൗരിൻ ബിൽ മശ്രിഖി വറജുലുൻ ബിൽ മഗ്രിബി. കിഴക്കൊരു കാളക്കൂറ്റയുടെ പിൻദ്വാരത്തിൻ്റെതാകുന്ന അളവ് കണക്കെ അല്പമങ്ങാണം ദുനിയാവിലേക്ക് നരകത്തിൻ്റെതാകുന്ന തീജ്വാലകൾ കടത്തിവിട്ടാൽ വറജുലുൻ ബിൽ മഗ്രിബി, ഈ ലോകത്തിന്റെ പടിഞ്ഞാറൻ ചക്രവാളത്തില് ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്താൽ ലഗലാ ദിമാഉഹു, കിഴക്ക് ഭാഗത്ത് നിൽക്കുന്നതായ കാളക്കൂറ്റയുടെ ദ്വാരത്തിന് നിമിത്തമായിട്ട് കടിച്ചു വീശിയതാകുന്ന നരകത്തിന്റെ ചൂട് നിമിത്തമായി പടിഞ്ഞാറ് നിൽക്കുന്ന മനുഷ്യന്റെ തലച്ചോറ് തിളച്ചു പൊന്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടിഞ്ഞാറ് നിൽക്കുന്ന മനുഷ്യന് അവന്റെ തലച്ചോറ് തിളച്ച് ബന്ധുരുകി പുറത്തു വരാൻ നിമിത്തമാകും ചെറിയൊരു ദ്വാരം നരകത്തിൽ നിട്ടാൻ ഈ ഭൂമിയിലേക്ക് സയ്യിദുനാ റസൂലുള്ളാഹി.